ഹലോ ഗേസ്, കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലാണ് ഞാനുള്ളത്. കാഴ്ചകൾ കാണാം, റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ്. പുതിയ കെട്ടിടങ്ങളും തൂണുകളൊക്കെ കാണാം. പണിയുകയാണ്. പുതിയതായിട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുകയാണ്. അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. മുൻഭാഗത്ത് കാണാം. ഈ ഭാഗത്ത് കാർ ടാക്സികളൊക്കെ കാണാം ഗേസ്. ഒരുപാട് കാറുകൾ, ബസ്സുകൾ കാണാം. അങ്ങനെ മുമ്പോട്ട് കുറച്ച് നടക്കുമ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള കാഴ്ചകൾ. ബസ്സുകളുണ്ട്. ഇവിടുന്ന് നിന്ന് ടൗണിലേക്ക് പോകാനുള്ള ബസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ആ വരുന്നതൊക്കെ ടൗണിലേക്കുള്ള ബസ്സുകളാണ്. വരുന്നതും പോകുന്നതൊക്കെ കാണാം. കാർ ടാക്സി, പുതിയതായിട്ട് പണിയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഒരുപാട് നാൾ കഴിഞ്ഞ് വന്നാൽ പുതിയതായിട്ട് കാണാം. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് ഗൈസ്. നല്ലൊരു വിശപ്പുണ്ട്. മുമ്പിലൊരു ഹോട്ടൽ കാണാം. അങ്ങനെ നേരെ കയറി മുമ്പിൽ കാണുന്ന ഹോട്ടലിൽ ഞാൻ കയറി ഗൈസ്. അവിടെ നിന്ന് അപ്പവും കടലക്കറിയും കഴിച്ചു. നല്ല ഫുഡാണ്. ഹലോ ഗൈസ്, അങ്ങനെ മുമ്പോട്ടുള്ള നടത്തത്തിലാണ് ഗൈസ്. ആലപ്പുഴ ബീച്ചിലേക്ക് പോകണം. ബീച്ചിലേക്കുള്ള വഴിയാണ്. മുമ്പിലോട്ട് നടന്ന് അങ്ങനെ പോകണം. ഓട്ടോറിക്ഷക്കാർ ആൾക്കാരെ വിളിക്കുന്ന തിരക്കാണ്. ഇവർ എന്നെ വിളിച്ച് ഒരുപാട് കയറി എന്ന് പറഞ്ഞിട്ട് ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ഓട്ടോ ടാക്സി സ്റ്റാൻഡൊക്കെ കാണാൻ ഈ ഭാഗത്ത് ഒരുപാട് ഓട്ടോകളൊക്കെ ഉണ്ട്. മുമ്പിലോട്ടുള്ള വഴിയാണ്. ബീച്ചിലോട്ടുള്ള പോകണം. ആലപ്പുഴ ബീച്ചിലേക്കാണ് എടുത്തത്. ഒരുപാട് ബസ്സുകൾ കാണാം. ഒരു ബസ് വന്ന് കണ്ടു. മുമ്പിൽ വേറൊരു ബസ്. നമ്മൾ ആലപ്പുഴ ബീച്ചിലേക്കുള്ള നടത്തത്തിലാണ് ഞാൻ. ഒരുപാട് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത് കാണാം. ഒന്ന് പോയോ, അടുത്തത് രണ്ടാമത്തെ ബസ്, അതിൻ്റെ പിന്നാലെ വേറൊരു ബസ്. അങ്ങനെ ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് വരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ആലപ്പുഴ ബീച്ചിലേക്കില്ല. കുറച്ചേ നടക്കുകയുള്ളൂ. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് ആലപ്പുഴ ബീച്ചിലേക്ക്. മൂന്നാമത്തെ ബസ്സാണ്. അതിൻ്റെ ബാക്കിലൊരു ബസ്സും കാണാം. ഇങ്ങനെ ബസ്സുകൾക്കൊരു പഞ്ചവുമില്ല. ഓട്ടത്തിലാണ്. ശ്രദ്ധിക്കണം, നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബസ്സുകളുടെ തിരക്കാണ് ഇവിടെ. ഓട്ടോറിക്ഷകളൊക്കെ കാണാം. മുമ്പോട്ടുള്ള നടത്തത്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ബീച്ച്, റൈറ്റ് സൈഡിലേക്ക് ടൗണിലേക്കുള്ള വഴിയാണ്. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് ഗൈസ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് പോകണം. ബീച്ചിലേക്കാണ്, ആലപ്പുഴ ബീച്ചിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് നടക്കുന്നു. കാറുകളൊക്കെ പോകുന്നെല്ലാം കാണാം. ആ ഭാഗത്തേക്ക് പോയാൽ ടൗണിലേക്ക് എത്താം, ആലപ്പുഴ ടൗണിലേക്ക്. ഈ ഭാഗത്ത് പോയാൽ ആലപ്പുഴ ബീച്ച്. റെയിൽ പാളമുണ്ട്. ഇതൊന്ന് ക്രോസ് ചെയ്യണം. കുറച്ചപ്പുറം ലെഫ്റ്റ് സൈഡ്, കുറച്ചപ്പുറം ആലപ്പുഴ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ വന്ന സ്ഥലം. ട്രെയിനൊന്നും വരുന്നില്ല. അതൊക്കെ ശ്രദ്ധിച്ച് കടന്ന് മുമ്പോട്ട് നടത്തത്തിലാണ് ഗൈസ്. നല്ലൊരു കെട്ടിടമൊക്കെ കാണാം. റൈറ്റ് സൈഡ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കെട്ടിടമെല്ലാം കാണാം. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. ആ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് സമയം അവിടെ നിന്ന്. ക്ലാസിക് നല്ല കെട്ടിടം കാണാൻ നല്ല രസമുണ്ട് കെട്ടിടത്തിന്. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് ഗെയ്സ്. ഇവിടെ എന്തോ ഹോസ്പിറ്റലുണ്ട്. വനിതാ ശിശു ആശുപത്രി ആലപ്പുഴ. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ആലപ്പുഴ മുനിസിപ്പാലിറ്റി, നിർമ്മല നഗരം ഇതൊക്കെ എഴുതി വെച്ച്. അമ്മത്തൊട്ടിൽ ഹോസ്പിറ്റലാണ്, കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലാണ്. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് ഗെയ്സ്. നമ്മൾക്ക് ആലപ്പുഴ ബീച്ചിലെത്തണം. അങ്ങനെ ഏകദേശം ബീച്ച് സൈഡാണ്. ഞാൻ വന്ന വഴിയാണ്. നേരെ കാണുന്ന വഴിയിൽ നിന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ പഴയ മേൽപ്പാലം കാണാം. മീൻ വിൽക്കുന്ന ആൾക്കാരെ കാണാം. ഇപ്പോൾ പിടിച്ച മീനായിരിക്കാം. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് മേൽപ്പാലം കാണാം. അത് പുതിയ മേൽപ്പാലം, ഇത് പഴയ മേൽപ്പാലം. ഹൈവേകളാണ്. ഹൈവേകളും കാണാം. ആ നേരെ കാണുന്ന റൂട്ടിൽ പോയി ബീച്ചിലേക്ക് എത്താം. എനിക്ക് ബീച്ചിലേക്ക് പോകണം. ബീച്ചിലേക്കുള്ള നടത്തത്തിലാണ് ഗെയ്സ്. ഇവിടെ നിന്ന് നേരെ ബീച്ചിലോട്ട് പോക്കാണ് ഗെയ്സ്. മുമ്പിൽ കാണുന്നത് ബീച്ചാണ്, മേൽപ്പാലമാണ്. ഈ വഴിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങണം. ഇവിടെയൊക്കെ ഇറങ്ങി ബീച്ചിലോട്ടുള്ള ഭാഗത്തേക്ക് പോക്കാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട്.
കുറേ ബോർഡൊക്കെ പോയിട്ടുണ്ട് അവിടെ അതിൽ നിന്ന്. ആലപ്പുഴ എന്നാണ് ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. അവർ രണ്ട് പറഞ്ഞിട്ടുണ്ട്. കടകളൊക്കെ പൂട്ടിയിട്ടുണ്ട്. രാവിലെയാണ്, ഏകദേശം 10 മണി ടൈമാണ്. ഇവിടെയുള്ള കടകളൊക്കെ പൂട്ടി ക്ലോസ് ആയിട്ടുണ്ട്. മുമ്പോട്ട് എന്തോ പാർക്ക് പോലുള്ള സ്ഥലം കാണുന്നു. അങ്ങോട്ടേക്കുള്ള പോക്കാണ്. രാവിലെ ആയതുകൊണ്ട് മഴക്കാരൊക്കെ ഉണ്ട്. അതായത് ആൾക്കാരൊക്കെ കുറവ്. ആ പാർക്കിലേക്കുള്ള കയറുന്ന വഴിയിലൂടെ ഞാൻ ഇങ്ങനെ കയറാണ്. മുമ്പിൽ അങ്ങപ്പുറം കടലൊക്കെ കാണാം ഗൈസ്. വിശാലമായ അറബിക്കടലൊക്കെ കാണാം. ആ പാർക്കിലേക്കുള്ള വഴിയിലൂടെ ഞാൻ കറങ്ങി ഒന്ന് അകത്ത് കയറി എന്തൊക്കെയുള്ളത് അകത്തുനിന്ന് കാണാം ഗൈസ്. അങ്ങനെ അകത്തുള്ള കേരള പിള്ളേർ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. കളിപ്പാട്ടങ്ങൾ നിലത്ത് ടൈലൊട്ടിച്ചിട്ടുള്ള ഒക്കെ കാണാം. അങ്ങപ്പുറം ഹൈവേയും കാണാം, മേൽപ്പാലൊക്കെ കാണാം. എവിടെ നിന്നുള്ള ദൃശ്യം ഇതാണ്. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് നമ്മളെ പാർക്കിൻ്റെ അകത്ത്. ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് ഇവിടെ. കുറച്ച് സമയം ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ അപ്പുറം ഇപ്പുറമായിട്ടൊക്കെ കാണാം. നല്ല വിശാലമായ നല്ല തണുത്ത കാറ്റാണ്. മഴ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങപ്പുറം കടലും കാണാം. അങ്ങനെ ഇതൊക്കെ കണ്ട് മുമ്പോട്ട് ഈ പാർക്കിലൂടെ കുറച്ച് നടന്ന് ഇങ്ങനെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയാണ് ഗെയ്സ്. നല്ല ഭംഗിയുണ്ട്, നല്ല വൈബ് കിട്ടുന്നുണ്ട്, ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ. ഒരുപാട് ആൾക്കാർ, കുറച്ച് ആൾക്കാരൊക്കെ കാണാം. അപ്പുറം ഇപ്പുറമായിട്ട് സംസാരിക്കുന്ന കൂട്ടുകൂടിയിട്ടുള്ള നിലത്ത് ടൈലാണ്. കെട്ടിടങ്ങളൊക്കെ കാണാം. ചെറിയ ഹോട്ടൽ, കോഫി കഫേകളൊക്കെ കാണാം. അപ്പുറം ഇതൊക്കെയാണ് നമ്മളെ അകത്തുള്ള കാഴ്ചകൾ. നല്ല ഭംഗിയുണ്ട് ഇവിടെ. ഒരു ഫീലിംഗ്, വേറെ തന്നെ ഒരു ഫീലിംഗ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. കുറച്ച് സമയം ഇരിക്കാനൊക്കെ ഇരുന്ന് സംസാരിക്കാനെല്ലാം പറ്റിയ ഇടമാണ്. കടകളൊക്കെ പൂട്ടിയിട്ടുണ്ട്, തുറന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കുമായിരിക്കും. അങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് നിർത്തലാണ് അകത്തേക്ക്. ഒരുപാട് കാഴ്ചകളുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കടൽ ഭാഗത്തേക്കാണ് കാണുന്നത്. വിശാലമായ അറബിക്കടലാണ് മുമ്പിൽ കാണുന്നത്. ബീച്ച് സൈഡാണ്. കടകളൊക്കെ ഉണ്ട്, വള്ളങ്ങളൊക്കെ കാണാം. അങ്ങപ്പുറം പാലം എന്ന് പറയുന്നത് പഴയ പാലമാണ്. ആ ഭാഗത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ കടൽ ഭാഗത്തേക്ക് കാണാം. ഇവിടെ ബോർഡൊക്കെ കാണാം, ഡേഞ്ചർ ഏരിയ എന്ന് പറഞ്ഞിട്ട്. കടൽ ഭാഗത്ത് കിടക്കാൻ പാടില്ല, കടലിൽ ഡേഞ്ചർ ഏരിയ സമയമാണ്. പിന്നെ കടൽ കാണണ്ട, അവിടുത്തെ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നതെല്ലാം കാണാം. ആ പാലുള്ള ഭാഗത്തേക്ക് നടക്കലായി കേസ്. ആ പാലം കാണും. പാലം എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പാലമാണ്. അതൊക്കെ ഇപ്പോൾ തുരുമ്പ് പിടിച്ചിട്ട് ഒന്നും അല്ലാതായ പാലമാണ്. അപ്പം അങ്ങോട്ടേക്കുള്ള നടത്താണ്. വിശാലമായ ബീച്ചാണ്. കോഴിക്കോട് ബീച്ച് പോയിട്ടുണ്ട്, അതുപോലത്തെ ഒരു ബീച്ചാണ്. പാലമാണ് കാണുന്നത്, തൂണുകളാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള പാലമാണ്. അതിന് കുറച്ചിപ്പുറം നോക്കുമ്പോൾ നമ്മളങ്ങ് കണ്ട യുദ്ധക്കപ്പലാണെന്ന് തോന്നുന്നു. ആ ഭാഗത്തേക്കുള്ള പോക്കാണ് ഗീസ്. ഇന്ത്യൻ നേവിയുടെ നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ യുദ്ധക്കപ്പലായ ആ ഭാഗത്തേക്ക് പോക്കാണ്. ഇത് പഴയ യുദ്ധക്കപ്പലാണ്. അപ്പോൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഗീസ്. ആ ബീച്ച് ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ സന്ദർശിക്കാൻ യുദ്ധക്കപ്പൽ കാണാത്തവർക്കൊക്കെ കാണാം. യുദ്ധക്കപ്പലിൻ്റെ ചുറ്റും അങ്ങനെ കറക്കത്തിലാണ് ഗീസ്. അപ്പോൾ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാം. നിങ്ങൾ കാണാൻ പറ്റുമെന്ന് പറയില്ല. പക്ഷേ ഇസ്രായേൽ സഹകരണത്തോട് നിർമ്മിച്ച യുദ്ധക്കപ്പലാണ്. അങ്ങനെയൊക്കെയാണ് ബോർഡ്. 25 മീറ്റർ നീളമുള്ള അതിവേഗ യുദ്ധക്കപ്പൽ, ഇന്ത്യൻ നേവൽ ഫസ്റ്റ് അറ്റാക്ക്. അങ്ങനെ അതിനെ കുറിച്ചിട്ടുള്ള ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് യുദ്ധക്കപ്പൽ. നമ്മളെ കടലിൽ കൂടി സഞ്ചരിക്കുന്ന നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കപ്പലാണ്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അതിനാണ് യുദ്ധക്കപ്പൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഏണിപ്പടിയെല്ലാം ഉണ്ട്. അത് കയറാൻ പാടില്ല, ഉത്തരവാദിത്വം ഇല്ലാതെ, ആളില്ലാതെ അതിൻ്റെ ബോർഡുകളാണ്. അനധികൃതമായി കയറാൻ പാടില്ല എന്നൊക്കെ ബോർഡാണ്. ഇതാണ് കപ്പൽ, യുദ്ധക്കപ്പൽ. കടലിൽ പായും കുതിരയാണ്. അതിൽ പഴയതായതുകൊണ്ട് പുറത്ത് വെച്ചിട്ടുള്ള ആൾക്കാർക്ക് കാണാനും കാഴ്ചകൾ പകർത്താനായിട്ടൊക്കെ പുറത്ത്
വെച്ചിട്ടുള്ളതാണ് തെക്ക്. ഏണിപ്പടിയിലൂടെയൊക്കെ കയറി സന്ദർശിക്കാം. പക്ഷെ ആൾക്കാരെങ്കിലും അതിനെ അധികൃതർ വേണം. ഇപ്പോൾ ആരുമില്ലാതെ കൊണ്ട് ഞാൻ പിന്നെ കയറാനൊന്നും നിന്നില്ല. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ചുറ്റും കറങ്ങി നടന്ന് മുമ്പോട്ട് നടത്തത്തിലാണ്. ആ പാലുള്ള ഭാഗത്തേക്ക് പോകണം. അവിടെ കടകളൊക്കെ കാണാം, തുറന്നു വെച്ച ചില കടകളൊക്കെ കാണാം. അങ്ങപ്പുറം എത്തിയിട്ടാകുമ്പോൾ യുദ്ധക്കപ്പലും അതിനപ്പുറം ഹൈവേയും മേൽപ്പാലമൊക്കെ കാണാം. അവിടെ നല്ല ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഗൈസ്. ഇവിടെ കടകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു കട തുറന്നിട്ടുണ്ട്. ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം ഗൈസ്. കുൽക്കി സർവത്ത് എന്ന പേരാണ് സ്ഥലത്തുള്ളത്. ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം, എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. കുൽക്കി സർവത്ത് എന്നാണ് പേര്. അവിടെ കുറേ കൂൾ ഡ്രിങ്ക്സൊക്കെ കാണാം. ആൾക്കാർ ജ്യൂസ് അടിച്ച് കൊടുക്കും, നെല്ലിക്ക എടുത്ത് കൊടുക്കുന്നൊക്കെ കാണാം, മാങ്ങ. പിന്നെ മേൽപ്പാലം, നമ്മുടെ പഴയ പാലം. ആ ഭാഗത്തുള്ള പുക തുരുമ്പ് പിടിച്ചിട്ട് ഒന്നും അല്ലാതായി ആ പാലം. ആ ഭാഗത്തുള്ള പോക്കാണ്. ആ പാലത്തിൻ്റെ പില്ലറൊക്കെ കാണും, തുരുമ്പ് പിടിച്ചിട്ട് ഒന്നും അല്ലാതായതാണ്. ഇതാ മുമ്പിൽ കാണാം, ഈ അറ്റത്തു നിന്നാണ് തുടക്കം. തുരുമ്പ് പിടിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇനി ഹൗസ് ബോട്ടിൻ്റെ ഭാഗത്തേക്ക് പോകണം. അപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യമാണ്. ഇവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയാൽ ഹൗസ് ബോട്ടല്ല, ലൈറ്റ് ഹൗസ്. ഹൈവേ സൈഡാണുള്ളത്. മേൽപ്പാലമൊക്കെ കാണാം, ഹൈവേ പഴയതും പുതിയത്. ആ നേരെ കാണുന്ന വഴിയിൽ പോയാൽ ലൈറ്റ് ഹൗസിലേക്ക് എത്താം. ആ വഴിയിലേക്കുള്ള പോക്കാണ് ഗൈസ്. കുറച്ചുകൂടി നടക്കാറുണ്ട് ലൈറ്റ് ഹൗസിലേക്ക്. അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്ക് നടക്കലാണ്. അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ ആലപ്പുഴ ലൈറ്റ് ഹൗസൊക്കെ ആണ് മുമ്പിൽ കാണുന്നത് ഗൈസ്. റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ വന്ന വഴിയാണ്. ആ വഴി ബീച്ചാണ് നേരെ കാണുന്നത്. ആ വഴിയിലൂടെയാണ് ഞാൻ വന്നത്. ഇത് റെയിൽവേ ക്രോസിംഗ് ആണ്, റെയിൽപാതയാണ്. ആലപ്പുഴ ആ ഭാഗത്ത് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് ഗൈസ്. അങ്ങനെ അടുത്ത സൈഡ് എന്തോ ഒന്ന് കാണുന്നുണ്ട്. ആ ഭാഗത്തൊന്ന് പോകണം. ബോർഡ് കാണുന്നത് രാജ കേശവദാസ് നീന്തൽ കുളമാണ്. മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. തിങ്കളാഴ്ച അവധി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൂളിംഗ് ടൈം 6 മണി മുതൽ 7 മണി, 7 മണി തൊട്ട് 8 മണി മുതൽ 9 മണി വരെ. ലഹരി മദ്യം അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ബോർഡുകൾ. അങ്ങനെ അകത്തേക്ക് കയറി ക്ലോസ് തോന്നുന്നു. അതിനെ കുറിച്ചിട്ടുള്ള നീന്തൽ കുളത്തിൻ്റെ ഉദ്ഘാടനമോ അതിനെ കുറിച്ചിട്ടുള്ള ഉള്ള കാര്യങ്ങളാണ് ആ ബോർഡിലുള്ളത്. അങ്ങനെ മുകളിലോട്ട് നല്ല കയറലായി ഗൈസ്. ആളൊന്നുമില്ല, ആൾക്കാരെല്ലാം കുറവാണ്. പൂട്ടിയിട്ടിട്ടുണ്ട്, അകത്ത് കയറാൻ പറ്റൂല, പൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പുറത്തു നിന്നുള്ള വീഡിയോ ആണ് ഇത്. ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. നീന്തൽ കുളമാണ്, നീല കളറാണ് വെള്ളത്തിന്. ഇവിടെ ഒരുപാട് മത്സരങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ന് എന്തെന്നറിയില്ല. അതിനപ്പുറം ആലപ്പുഴ ലൈറ്റ് ഹൗസ് ഉണ്ട്, അതിൽ അങ്ങോട്ട് കയറണം. അങ്ങനെ അങ്ങോട്ട് കയറില്ല. 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. വീഡിയോ എടുക്കുന്നതിന് 20 രൂപ, ടിക്കറ്റ് 10 രൂപ. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്കുള്ള നടത്തത്തിലാണ്. ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഭാഗത്തുള്ള തറ ഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. അവിടെയും ലൈറ്റ് ഹൗസിനെ കുറിച്ചിട്ടുള്ള ഇതൊക്കെ കാണും. ഒരുപാട് ഉയരത്തിലാണ്. ആ മുകളിലോട്ട് കയറണം. അപ്പോൾ അങ്ങോട്ട് കയറലാണ് കേസ്. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. അതൊക്കെ കാണാം. അങ്ങനെ അകത്തേക്കുള്ള വഴി ഈ വഴിയിലൂടെ കയറണം. അപ്പോൾ പാദരക്ഷകൾ പുറത്ത്, അകത്ത് കയറ്റൂല. അപ്പോൾ നമ്മൾ ചെരുപ്പ് പുറത്ത് അയച്ച് വെച്ച് അകത്ത് കയറണം. അതിനുള്ള നല്ല സ്ഥലം കണ്ട് ചെരുപ്പ് അയച്ച് വെച്ച് അങ്ങനെ കയറലായി ഗൈസ്. അകത്തും ഇതേപോലെ ആലപ്പുഴ ലൈറ്റ് ഹൗസ് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മാപ്പൊക്കെ കാണാം. മരം കൊണ്ടുള്ള ഏണിപ്പടിയാണ്. അതിന് മുകളിലോട്ട് കയറലായി ഗൈസ്. ഏണിപ്പടിയിലാണ് കയറുന്നുള്ളത്, മരം കൊണ്ടുള്ള ഏണിപ്പടിയിൽ. ഏകദേശം അങ്ങനെ ഫസ്റ്റ് നിലകൾ കയറലായി. ഇങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ് ഗൈസ്. ഫസ്റ്റ് നില ഇപ്പോൾ എത്തിയിട്ടുണ്ട്.
ഏകദേശം മുകളിലെത്തി ഗൈസ്. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ചെറിയൊരു വഴിയിലൂടെ ഏണിപ്പടി കയറണം. പുറത്തുള്ള ആൾക്കാരെ കാണാം, ഇവിടെ ഓപ്പറേറ്ററെ കാണാം. അങ്ങനെ പുറത്തിറങ്ങി വീഡിയോ പുറത്ത് ഓൺ ചെയ്യുമ്പോൾ അറബിക്കടലാണ് മുമ്പിൽ കാണുന്നത് ഗൈസ്. അങ്ങകലെ അറബിക്കടകൾ കാണാം. ഇതിനെ ചുറ്റൊന്ന് കറങ്ങുമ്പോൾ പച്ചപ്പാണ്, മൊത്തം പച്ചപ്പാണ്. അതിൻ്റെ ഇടയിലൂടെ ചെറിയ കെട്ടിടങ്ങളൊക്കെ കാണാം ഗൈസ്. ഇതാണ് കാഴ്ച ഇതിൻ്റെ മുകളിൽ നിന്ന്. പച്ചപ്പിൻ്റെ ഇടയിൽ ചെറിയ കെട്ടിടങ്ങൾ, നേരത്തെ കണ്ട നീന്തൽക്കുളമൊക്കെ കാണാം. അങ്ങനെ പുറത്തിറങ്ങി അവസാനം താഴത്തിറങ്ങി. ഇപ്പോൾ നേരത്തെ കയറിയ വഴിയിലേക്ക് എത്തി. അവിടെ ബോർഡുകളൊക്കെ കാണാം, നേരത്തെ കണ്ട അതേ ബോർഡുകളാണ്. അങ്ങനെ പുറത്തിറങ്ങി ഗൈസ്. പുറത്തിറങ്ങി ലൈറ്റ് ഹൗസിൻ്റെ ഭാഗങ്ങളാണ്. അതിനിപ്പുറം കുട്ടികൾക്കുള്ള പാർക്ക് കാണാം. ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള പാർക്കുകളാണ്. അതിനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കണ്ട് നേരെ പുറത്തിറങ്ങലായി ഗൈസ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച, അകത്തുള്ള കാഴ്ച. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഹൈവേ സൈഡ് ഒരു സ്വിമ്മിങ് ഒക്കെ ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ട്. ടിക്കറ്റ് എടുത്തിട്ടാണ് ഇതൊക്കെ കയാക്കിങ്, ബോട്ടിങ് അതുപോലുള്ള പല കാര്യങ്ങൾ ഇവിടെയൊക്കെ ചെയ്യാം. ടിക്കറ്റ് ഉണ്ട് ഇവിടെ ചെയ്യണമെങ്കിൽ. ഒരുപാട് നീളത്തിലുള്ള കാര്യങ്ങളാണ്. വെള്ളമൊക്കെ കാണാം. അതിനുള്ള ചെറിയ കൃത്രിമമായിട്ടൊരു തടാകം നിർമ്മിച്ചിട്ടുണ്ട്. ബോട്ടുകളൊക്കെ കാണാം ചെറിയ. അതിനുള്ള ടിക്കറ്റ് കൗണ്ടർ ബോർഡാണ് മുമ്പിൽ കാണുന്നത് ഗൈസ്. ഇതിനുള്ള പീസ് ഇതൊക്കെയാണ് ഈ കാണുന്നുള്ളത്. ഹൈവേ സൈഡിൽ നിന്ന്, ബീച്ച് സൈഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടാണ് പുറത്തിറങ്ങുമ്പോഴുള്ള ഈ സ്ഥലം. അങ്ങനെ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങലായി ഗൈസ്. ഇതാണ് നമ്മൾ ഈ കാഴ്ചകൾ. ഇനി ആലപ്പുഴ ടൗണിലെത്തണം. അങ്ങനെ നേരെ പുറത്തിറങ്ങലായി. ഓട്ടോ കണ്ട് ഓട്ടോയിൽ കയറലായി. അങ്ങനെ ഓട്ടോയിൽ കയറി. ഇപ്പോൾ ഉള്ളത് ബീച്ച് ഭാഗമാണ്. ഇവിടെ നിന്ന് കുറച്ച് പോകണം ആലപ്പുഴ ടൗണിലേക്ക്. അങ്ങനെയുള്ള ഓട്ടത്തിലാണ്. മേൽപ്പാലമൊക്കെ കാണാം. ഇതായിട്ട് നിർമ്മിക്കുന്ന ഹൈവേ ആണ്. തൊട്ട് അപ്പുറം ബീച്ച്, അതിനിപ്പുറം ഹൈവേ ആണ്, ആലപ്പുഴ ഹൈവേ. അങ്ങനെ ടൗണിലേക്കുള്ള യാത്രയിലാണ് ഗേസ്. അവിടെ ചെറിയ പെട്ടിക്കടകളൊക്കെ കാണാം ആലപ്പുഴ ബീച്ച് ഭാഗത്ത്. നല്ലൊരു ബീച്ചാണ്. നല്ല കണ്ട് കുറച്ച് സമയം ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ കാണാം. അത് നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടാലറിയാം. ഇവിടെ കുറച്ച് ഉള്ളോട്ടെത്തുമ്പോൾ കായലുകളാണ്. ചുമ്മാ അല്ല കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴ എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും കായലുകളും തോടുകളൊക്കെയാണ്. അങ്ങനെ ഇതൊക്കെ പാലകളൊക്കെ നിർമ്മിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. അളവെടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ മുമ്പോട്ട് പോക്കാണ് ഗേസ്. ഓട്ടോകളൊക്കെ കാണാം, മരങ്ങൾ, ഇതിനപ്പുറം ചെറിയ തോടുകൾ, എവിടെ നോക്കിയാലും വെള്ളമാണ്. അങ്ങനെ മുമ്പോട്ട് പോക്കാണ് ഗേസ്. നമ്മൾ ടൗണിലേക്ക് ഒരു ജംഗ്ഷനിലേക്ക് എത്തി. KSRTC ബസ്സെല്ലാം കാണുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഏകദേശം നമ്മൾ ടൗൺ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ മുമ്പോട്ട് പോക്കാണ് ഗേസ്. ഞാൻ KSRTC സ്റ്റാൻഡ്, പുന്നമടക്കായൽ, നമ്മുടെ ഗവൺമെൻറ് ബോട്ടിംഗ് ഒക്കെ ഉള്ള ഭാഗത്തേക്ക് എത്തണം. അങ്ങനെ ഓട്ടോറിക്ഷയിലാണ്, ടൗണിലാണ് ഉള്ളത്. രാവിലെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നുമില്ല, കുറവാണ്. അങ്ങനെ ഓട്ടോ ഏകദേശം ടൗണിലെത്തി. ഞാൻ ഇറങ്ങി ഗേസ്. അങ്ങനെ ഇറങ്ങിയിട്ട് ആ ഭാഗത്ത് KSRTC ഭാഗത്തേക്ക് നടക്കണം. അവിടുന്ന് അടുത്താണ് പുന്നമടക്കായൽ. ബോട്ടിംഗ് ഒക്കെ ഉള്ള ഗവൺമെൻറ് കുട്ടനാട് ഭാഗത്ത് പല ഭാഗത്തേക്ക് പോകേണ്ട ബോട്ടുകളൊക്കെ കിട്ടുന്ന ആ ഭാഗത്തേക്ക് നടത്താണ്. ഇവിടെ വെള്ള കളറുള്ള ഒരു കെട്ടിടം കാണാം. അതെന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് നടക്കുമ്പോൾ അത് ജ്വല്ലറിയാണ്. ആലുക്കാസ് ജ്വല്ലറിയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കാഴ്ചയുള്ള കെട്ടിടമാണ്. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ്. KSRTC ഒക്കെ കാണാം. ഗവൺമെൻറ് കെട്ടിടങ്ങളാണ് മുമ്പിൽ കാണുന്നുള്ളത്. നല്ല കെട്ടിടങ്ങളാണ്, പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ ബോട്ടുകളാണ്. ഒരുപാട് ഹൗസ് ബോട്ട്, ചെറിയ ബോട്ടുകളാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. എല്ലാം നിർത്തി വെച്ചിട്ടുള്ള സമയമാണ്. ഓഫ് സീസൺ ആവുമെന്ന് തോന്നുന്നു ഈ സമയം. അതുകൊണ്ടെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് KSRTC ബസ് സ്റ്റാൻഡിലാണ്. കേരളത്തിൻ്റെ ഏത് ഭാഗത്തേക്കും പോകാനുള്ള ബസ്സുകൾ ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയാൽ നമ്മൾ പല ഭാഗത്തേക്കുള്ള
ബോട്ടിങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇനി ആ ഭാഗത്തേക്ക് പോകണം ഗൈസ്. നേരെ കാണുന്ന വഴിയിലൂടെ നടക്കണം. അങ്ങോട്ടേക്കുള്ള നടത്തത്തിലാണ്. അങ്ങനെ എത്തിച്ചേർന്നത് ജലഗതാഗത വകുപ്പ് ഓഫീസൊക്കെ കാണാം. അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് കേരള ഗവൺമെൻറ് പല ഭാഗത്ത് പോകുന്ന 2 ബോട്ടുകളാണ്. സർവീസ് ബോട്ടാണ്. കുട്ടനാട് അങ്ങനെ വള്ളത്തിലുള്ള കനാലുകളിൽ പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. റോഡുകൾ വഴിയില്ല, പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ബോട്ടിലൊക്കെ പോകാം. ചെറിയ പൈസയാണ്, വലിയ എമൗണ്ട് ഇല്ല. ഇനി നേരെ ഓപ്പോസിറ്റ് എത്തണം. അവിടെ ഒരു പാലമുണ്ട്, അത് ക്രോസ് ചെയ്യണം. അങ്ങനെ മുമ്പോട്ട് നത്തത്തിലാണ്. ആ പാലത്തിൽ കയറി അപ്പുറത്ത് നടന്ന് നമ്മളെ പുന്നമടക്കായലിൻ്റെ ഭാഗത്തേക്ക് എത്തണം. ആ പാലമാണ്. പുറത്ത് നിന്ന് നല്ല കളറാണ്, നല്ല പെയിൻറ്റിങ് ഒക്കെ കൊടുത്തിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങോട്ടുള്ള പോക്കാണ് ഗീസ്. ആ പാലത്തിൻ്റെ മുമ്പിലാണ്. അയ്യോ, മുമ്പിലെത്തുമ്പോൾ ഇതാണ് സ്റ്റെപ്പുകളൊക്കെ പൊട്ടിപ്പൊളഞ്ഞ് നാശത്തിലെത്തിയിട്ടുണ്ട്. ഒരുപാട് കാലമായി ഇതൊക്കെ റിപ്പയർ ചെയ്തിട്ട് തോന്നുന്നു. അങ്ങനെ മുകളിലോട്ട് കയറലായി ഗൈസ്. മുകളിലെത്തി കാഴ്ചകൾ ഇതാണ്. പുറത്തുള്ള കാഴ്ച അങ്ങനെ കെട്ടിടങ്ങളൊക്കെ കാണാൻ നല്ല. നേരത്തെ കണ്ട ബോട്ടുകളാണ്, സർക്കാർ ബോട്ടുകളാണിത്. സർവീസ് നടത്തുന്ന ബോട്ടുകളാണ്. ആ ബോട്ടുകളൊക്കെ കാണാൻ താഴത്ത്. അങ്ങപ്പുറം നല്ല അടിപൊളി കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്, കെട്ടിടങ്ങളൊക്കെ ഉള്ള ഭാഗത്ത്. ഈ ഭാഗത്ത് ഹൗസ് ബോട്ടിങ്ങളൊക്കെ കാണാം. ഇപ്പം എല്ലാം നിർത്തി വെച്ചിട്ട് ഒരു ബോട്ട് വരുന്നതൊക്കെ കാണാം ഗൈസ്. അങ്ങനെ മുമ്പോട്ട് നടത്തത്തിലാണ്. താഴോട്ട് ഇറങ്ങണം, ഓപ്പോസിറ്റ് ഇറങ്ങണം. അങ്ങനെ അങ്ങോട്ടേക്ക് നടത്തത്തിലാണ്. നേരെ താഴത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബോട്ടും കാണാം. എവിടെ നോക്കിയാലും ബോട്ടുകൾ, വള്ളങ്ങളൊക്കെ കാണാം ഗൈസ്. അപ്പുറം സർക്കാർ ബോട്ടാണ്. ആ നേരെ കാരണം സർവീസ് നടത്തുന്ന ബോട്ടാണ് ഇവിടെ. സാധാരണക്കാർക്കും ആർക്കും യാത്ര ചെയ്യാൻ ചെറിയ പൈസയുള്ളൂ. അതിൽ യാത്ര ചെയ്ത് മുമ്പോട്ട് പോവാം. അങ്ങനെ പുറത്തിറങ്ങലേ ഗൈസ്. ഓട്ടോ സ്റ്റാൻഡൊക്കെ കാണാം ഈ ഭാഗത്ത്. അങ്ങോട്ടും കാണാം. ഈ ഭാഗത്തേക്കാണ് നമ്മളെ പുന്നമടക്കായലുള്ളത്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോവാം. ആ ഭാഗത്ത് കുറച്ച് നടക്കുമ്പോൾ ഒരു ബോട്ട് കണ്ടു. അങ്ങനെ ചുമ്മാ ഇതിൻ്റെ വീഡിയോ എടുത്തതാണ്. നല്ല ബോട്ടാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പുറത്തു നിന്നുള്ള കാഴ്ചയാണ്. അങ്ങനെ ആളോട് ചോദിക്കുമ്പോൾ അകത്ത് കയറാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അകത്ത് കയറിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അകത്ത് കയറലായി ഗൈസ്. ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി കയറലായി. നല്ല അടിപൊളി സെറ്റപ്പാണ്. പുറത്ത് ഒരു ഫാമിലിക്ക് ഒരു 10-20 ആൾക്കെല്ലാം വന്നാൽ ഇരിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു ബോട്ടാണ്. 1 മണിക്കൂർ ചാർജൊക്കെ ഉണ്ട്. ഇത് മുൻവശം ഇങ്ങനെയാണ്. ഈ ഷെയറിങ് ഇതൊക്കെ കാണാം. മുൻവശം ഓടിക്കുന്നത് ഓപ്പണാണ്. ഫ്രണ്ടിലൊക്കെ ഭാഗം, ബാക്ക് സൈഡ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. വീടിൻ്റെ നമ്മൾ ഈ പുറം ഭാഗമില്ലേ, ഇരിക്കുന്ന ഭാഗങ്ങൾ, ആ ഭാഗത്ത് ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഈ ബോട്ടിൻ്റെ ഉൾവശം. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ വീഡിയോകളൊക്കെ എടുത്ത് പുറത്തിറങ്ങലായി ഗൈസ്. ഏകദേശം 1 മണിക്കൂറിന് 200 രൂപയാണ്. എത്ര പേർക്ക് ഇരിക്കാം, ഇങ്ങനെയാണ് എന്തോ പറഞ്ഞത് എന്നോട്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. വിളിച്ചാൽ പറഞ്ഞു തരും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോക്കുകയാണ് ഗൈസ്. പുന്നമട കായലൊന്ന് കാണണം. നെഹ്റു ട്രോഫി ആഗസ്റ്റ് മാസത്തിലാണ്. ഇപ്പോൾ അടുത്ത മാസത്തിലാണ് നെഹ്റു ട്രോഫി. അപ്പോൾ പുന്നമട കായൽ കാണാൻ പോക്കാണ് ഗൈസ്. മുമ്പോട്ടാണ്. ഞാൻ വന്ന വഴി ഇതാണ്. ഇവിടെ നിന്ന് ആ വഴിയിലൂടി പോകണം, എന്നാലേ പുന്നമടക്കായൽ കാണാൻ ഗൈസ്. അതിനിടയിൽ ആലപ്പി ജല അതോറിറ്റീൻ്റെ തുറമുഖം ഇതൊക്കെ ആ സൈഡാണ്. നേരെ പോകണം. നമ്മുടെ നെഹ്റു ട്രോഫി മത്സരങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ആ ഭാഗത്തേക്കുള്ള പോക്കാണ് ഗൈസ്. ഫിനിഷിംഗ് പോയിന്റ്, ലാൻഡിങ് പോയിന്റ് ഒക്കെ കാണണം. സ്റ്റാൻഡിങ് പോയിൻ്റൊക്കെ കാണാം. ഈ ബോർഡ് കാണാം. ഫിനിഷിംഗ് പോയിൻ്റാണ് ഇപ്പോൾ കാണുന്നത്. ആ ഭാഗത്തേക്കുള്ള പോക്കാണ്. ബോർഡുകളൊക്കെ കാണാം. ആ വഴിയിലൂടെ റൈറ്റ് സൈഡിലൂടെ കുറച്ച് മുമ്പോട്ട് പോയാൽ ഫിനിഷിംഗ് പോയിന്റിലെത്തണം. ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാൻഡിങ് പോയിന്റിലേക്ക് എത്തണം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള നടത്തത്തിലാണ് ഗൈസ്. ഈ ഭാഗത്ത് നേരെ പോയി ഫിനിഷിംഗ് പോയിന്റാണ്. പുന്നപ്ര നെഹ്റു ട്രോഫി നടക്കുന്ന
ഫിനിഷിംഗ് പോയിൻ്റാണ്. ഇപ്പോൾ അല്ല, ഈ വന്ന സമയത്തല്ല, അടുത്ത മാസമാണ്, ജൂലൈയിലാണ് ഞാൻ വന്നത്. അപ്പോൾ അടുത്ത മാസമാണ് മത്സരം. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള പോക്കാണ്. അങ്ങനെ പുന്നമട കായലിൻ്റെ അടുത്താണുള്ളത്. ചുമ്മാ അല്ല, കിഴക്കിൻ്റെ വെന്നീസ് അറിയപ്പെടുന്ന ആലപ്പുഴ എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും വെള്ളം എന്നാണ് പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ ഹൗസ് ബോട്ടാണ്. വെള്ളത്തിൽ ഒഴുകുന്ന ഒരു വീട് എന്ന് തന്നെ പറയാം ഈ മുമ്പിൽ കാണുന്നത് അല്ലേ ഗൈസ്. ഇവിടെയാണ് പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളം മത്സരങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ കാണുന്നത് ഫിനിഷിംഗ് പോയിന്റ് ഭാഗത്തെയാണ്, പവലിയനിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടെ ഒരു പവലിയൻ ഉണ്ട്, ആ ഭാഗത്തേക്ക് പോകുന്നതാണ് ഗൈസ്. ഈ കാണുന്നതാണ് പവലിയൻ. ഈ ഭാഗത്തേക്ക് കയറലായി. ഹലോ ഗെയ്സ്, നെഹ്റു ട്രോഫി മത്സരം നടക്കുന്ന പുന്നമടക്കായൽ, അവിടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. പവലിയനാണ് ഞാൻ ഇപ്പോൾ നിന്നിട്ടുള്ളത്. കാണാം, നല്ല വിശാലമായ പവലിയനാണ്. എവിടെ നോക്കിയാലും ഹൗസ് ബോട്ടിങ്. അപ്പുറം ദ്വീപ് പോലെ ഒരു പവലിയനും കാണാം. നെഹ്റുവിൻ്റെ ഒരു പ്രതിമയൊക്കെ കാണാം അതിൻ്റെ ഗ്യാപ്പിലൂടി. ഇവിടെ നല്ല നെഹ്റുവിൻ്റെ പ്രതിമയാണ് മുമ്പിൽ കാണുന്നത്. ഇവിടെ ഈ ഭാഗത്താണ് ഫിനിഷിംഗ് പോയിന്റ്. നമ്മൾ നെഹ്റു ട്രോഫി മത്സരങ്ങളൊക്കെ നടക്കുന്നത്. നെഹ്റു ട്രോഫി നടക്കുന്നത് ഫിനിഷിംഗ് പോയിന്റാണ്. തുടക്കം അവിടെ നിന്ന് നോക്കാം, അങ്ങോട്ടേക്കുള്ള നടത്തത്തിലാണ് ഗൈസ്. കുറേ നടക്കാണ്ട്, ഏകദേശം അവിടെ നിന്ന് പവലിയന് 1500 മീറ്റർ നടക്കാണ്ട്, അങ്ങോട്ടുള്ള നടത്തത്തിലാണ്. മുമ്പോട്ട് നടത്തത്തിലാണ് ഗൈസ്, ഒരുപാട് നടക്കാനുണ്ട്. റൈറ്റ് സൈഡ് ബോട്ടുകളാണ്, ഒരുപാട് ഹൗസ് ബോട്ടുകൾ. ആളുകളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അവ നിർത്തി വെച്ചിട്ടുണ്ട്. മഴക്കാലമാണ്, ചെറിയ രീതിയിൽ മഴക്കാരൊക്കെ കാണുന്നുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏകദേശം നടക്കാനുണ്ട്. മുമ്പോട്ടുള്ള നടത്തത്തിലാണ് ഗൈസ്. ഈ വഴിയിലൂടെയാണ് നടക്കേണ്ടത്. എവിടെ നോക്കിയാൽ ഹൗസ് ബോട്ടിംഗ് ആണ്. ലെഫ്റ്റ് സൈഡ് റൂമുകളും ഇതൊക്കെ താമസിക്കാനുള്ള സ്ഥലങ്ങൾ, ഷോപ്പുകളൊക്കെ കാണാം. കുടിവെള്ളത്തിന്, കൂൾ ഡ്രിങ്ക്സ്, അതിൻ്റെയൊക്കെ ഷോപ്പുകളാണ് ഇപ്പോൾ കണ്ടത്. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് പിന്നെ ഹൗസ് ബോട്ടാണ്. ഇവിടെ ചെറിയ പാലമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്, അങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടി. ചെറിയ തോടുകളൊക്കെ കാണാം. അങ്ങനെ ക്രോസ് ചെയ്യണമെങ്കിൽ പാലം വേണമല്ലോ, അതാണ്. ഈ സൈഡ് വെള്ളം, പുന്നപ്പടക്കായൽ. കിഴക്കിൻ്റെ വെന്നീസ് അറിയപ്പെടുന്ന ആലപ്പുഴയാണ്. ആലപ്പുഴയാണ് കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്നു. ആ ഭാഗത്തിലൂടെയാണ് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം. ഇവിടെയൊക്കെ താമസിക്കാനുള്ള സ്ഥലമാണ്. നേരെ കാണുന്ന മുമ്പിൽ ഒരു പള്ളി. അങ്ങനെ ഈ പള്ളി ക്രോസ് ചെയ്തിട്ട് വേണം ആ സൈഡിലേക്ക് പോകാൻ. ഏകദേശം ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. ആ 1.5 കിലോമീറ്റർ നടത്തത്തിലാണ് ഗൈസ്. അങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ ചെറിയ രീതിയിൽ മഴ പെയ്തു. മഴ പെയ്യുമ്പോൾ കുറച്ച് സമയം ഇവിടെ നിന്ന് ഗൈസ്. മഴ കാണാൻ നല്ല പോലെ പെയ്തു. കുറേ ടൈം ഇവിടെ നിന്നു. ഇങ്ങനെ ഈ മഴ കുറച്ച് കുറയുന്നത് വരെ ഇവിടെ നിന്നു. അങ്ങനെ കുറച്ച് ശമനം കാണുമ്പോൾ നേരെ നടത്തത്തിലാണ്. മഴ കുറവില്ല, ചെറിയ മഴയുണ്ട്. ആ മഴത്തെ ഇടയിൽ കൂടി നടത്തത്തിലാണ്. അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. അതപ്പുറം വലിയ കെട്ടിടങ്ങളൊക്കെ കാണാം. ഇവിടെ ബോട്ടുകൾ, വണ്ടികളൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടുകളായിരിക്കാം. ആ ബോട്ടാണ് അവിടെ കണ്ടത്. നല്ല കാണാൻ കാഴ്ചയുള്ള കെട്ടിടമാണ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഭാഗത്തേക്ക് നടക്കണം. അങ്ങനെ ഇപ്പോൾ എത്തിച്ചേർന്നതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. പുതിയതായിട്ട് പാലൊക്കെ കാണാം. പാലമാണ് കാണുന്നത്, പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലമാണ്. ഈ ഭാഗത്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഭാഗത്താണ് ഗേസ് ഞാൻ ഉള്ളത്. നല്ല കാഴ്ചയാണ്. ഹൗസ് ബോട്ട് ഇതൊക്കെ കാണാം. ഇവിടെ നിന്നാണ് നെഹ്റു ട്രോഫി വള്ളക്കളി തുടക്കം. ഏകദേശം 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഗേസ്. നല്ല കാഴ്ചയാണ്, പച്ചപ്പും നല്ല തണുത്ത കാറ്റാണ്. ചെറിയ മഴയൊക്കെ ഉണ്ട്. ഹൗസ് ബോട്ടൊക്കെ കാണാം. ചെറിയ ഹൗസ് ബോട്ടാണ്. ആളുകളൊക്കെ കയറാനുള്ള ഇതൊക്കെ കാണാം. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങലായി ഗേസ്. ഹൗസ് ബോട്ടാണ് ആ ഭാഗത്തൊക്കെ കാണുന്നത്. ചെറിയ വള്ളം ആയിട്ട് വരുന്നത് കാണാം. ഇതൊക്കെ കണ്ട് ആള് കയറ്റാനുള്ള തീർക്കത്തിലാണ്. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി കക്കയിറച്ചും ചോറും, നല്ല അടിപൊളി ചോറ്, അതൊക്കെ കഴിച്ച് ഗൈസ്. അങ്ങനെ പുറത്തിറങ്ങി KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കുള്ള നടത്തത്തിലാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.